ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമ്മൾ പാല് തിളപ്പിച്ചു, പിന്നെ കസ്റ്റർഡ് ഇതാക്കാൻ ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയി. ഇതിന് 1 മണിക്കൂറും ഫ്രിഡ്ജിൽ വെക്കണം. മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാൽ നമ്മൾ ഫ്രൂട്ട് ആഡ് ചെയ്യുക. നോമ്പറൊക്കെ നല്ല ക്ഷീണം മാറാൻ നല്ല ഒരു സലാഡാണ് ഫ്രൂട്ട് സലാഡ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. ജസ്റ്റ് നമ്മൾ കുറച്ചൊരു കുറുകി വരേണ്ട കുറച്ച് രൂപത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്കിത് ഫ്രീസറിൽ തണുപ്പിച്ച് ഫ്രീസറിൽ വെക്കാം. 1 മണിക്കൂർ വെക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡിൻ്റെ മിക്സ് 1 മണിക്കൂർ അടുത്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് നമ്മൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കുള്ള ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മളിന്ന് ബത്തക്ക് മുറിക്കുന്നുള്ള ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. കൈതച്ചക്ക, ആപ്പിള്, പിന്നെ മുന്തിരി. ഓവറായിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കുറച്ച് മതി. നമുക്ക് എന്നാലേ കുടിക്കാൻ നല്ലതുണ്ടാവും. എല്ലാ ഫ്രൂട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല ടേസ്റ്റി ഫ്രൂട്ട് സലാഡ് നമ്മൾ ജ്യൂസായിട്ട് ഇതൊന്ന് കാര്യമായിട്ട് ഇത് ഫ്രൂട്ട് സലാഡിനോണ്ട് തേങ്ങ വെള്ളമാക്കിയിട്ടുള്ളത്. നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോമ്പിൽ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടിയേക്കാളും വലിയക്കാളും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.